ഇന്നത്തെ വീഡിയോ സൈലൻ റാങ്ക് ഫയലിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റീൻ്റെ കറക്ഷനാണ്. റാങ്ക് ഫയലിൻ്റെ ഫസ്റ്റ് വരുന്ന പേജ് നമ്പർ 16. പേജ് നമ്പർ 16-ലെ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. 16-ലെ ക്വസ്റ്റ്യൻ നമ്പർ 8-ൽ ആൻസറൊക്കെ കീ തന്നത് ശരി തന്നെയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, എങ്ങനെ കിട്ടി ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് തന്നിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ 8⁴ ആണ് കൊടുത്തിട്ടുള്ളത്, തെറ്റാണ്. 4⁴ ആണ് വേണ്ടത്. 4⁴ = 256. അതാണ് കറക്റ്റാക്കി അവിടെ എഴുതേണ്ടത്. ഈ പേജിൽ വേറെ കറക്ഷനൊന്നുമില്ല. അടുത്ത പേജ് നമ്പർ 166, പേജ് നമ്പർ 166. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ സി ആണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 8√2 സെൻറ്റിമീറ്റർ ആണ് ആൻസർ കീ. അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നതിൽ കറക്റ്റ് ചെയ്യാനുള്ളതാണ്. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ 1:1:√2 എന്ന അംശബന്ധത്തിലാണ്. ചെറിയ വശം =1 യൂണിറ്റ് =8 സെൻറ്റിമീറ്റർ. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം വലിയ വശം √2 × 8 സെൻറ്റിമീറ്റർ ഇത്രയാണ് കിട്ടുന്നത്. അങ്ങനെ 8√2 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൽ ചെറിയ കറക്ഷനുള്ളത്. പിന്നെ അടുത്തത് ഈ ഒരു പേജിൽ ഇതുള്ളൂ കറക്ഷൻ. അടുത്ത പേജ് നമ്പർ 212. 212-ൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൂടുതൽ ചോദ്യങ്ങൾ എന്നുള്ള ഭാഗത്തിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഡി ആണ് ആൻസർ. അതൊക്കെ ശരിയാണ്. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനിലാണ്, ഇതെങ്ങനെ കിട്ടിയെന്നുള്ള എക്സ്പ്ലനേഷനിൽ ചെറിയ തെറ്റുണ്ട്. ഇതിൽ 1³ + 4 ഇങ്ങനെ ഇത് പിന്നെ എല്ലാ ക്യൂബിൻ്റെ കൂടെയും 4 ആണ് ആഡായി വരുന്നത്. അപ്പോൾ 1³ + 4, അവിടെ 5 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ യെല്ലോ കളറിൽ അവിടെ കറക്റ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. +5 അല്ല, +4 ആണ്. അതേപോലെ തന്നെ ഇപ്പുറത്തും അടുത്ത നമ്പറിലും എങ്ങനെയാണ് 12 കിട്ടിയെന്നുള്ളത് 2³ + 4, 3³ + 4, 4³ + 4, 5³ + 4 ആണ് അടുത്തത് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ അവിടെ 5 എന്നുള്ളത് തെറ്റാണ്, 4 ആണ് എല്ലാത്തിൻ്റെ കൂടെയും ആഡായി വരുന്ന സംഖ്യ. അടുത്തത് പേജ് നമ്പർ 276. ഇതിൽ വേറെ കറക്ഷനൊന്നുമില്ല. ഈ ലാസ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു വയസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതിൽ ആൻസർ കീ തന്നിട്ടുള്ളത് എ ആണ്, കറക്റ്റ് ആൻസർ ബി ആണ് വരുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനിലാണ് അടുത്തത് വരുന്നത്. അടുത്ത പേജിൽ 277 കേട്ടോ. 276-ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ശരിക്കും ബി ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതിൻ്റെ ആ ബി എങ്ങനെ കിട്ടി എന്നുള്ള എക്സ്പ്ലനേഷനാണ് അടുത്ത് വരുന്നത്. അടുത്ത പേജിൽ 277. ഈ ഒരു പേജിൽ ഇതന്നെ ഉള്ളൂ. എക്സ്പ്ലനേഷൻ ഇതാണ് വരുന്നത്. ഇതിലിപ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിൽ 10 വർഷം മുമ്പ് ബിയുടെ വയസ്സ് 15, അതാണ് ഓപ്ഷൻ എ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ അതിൽ 10 വർഷം മുന്നത്തെ വയസ്സല്ല ചോദിച്ചത് ക്വസ്റ്റ്യനിൽ, ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 15ൻ്റെ കൂടെ 10 കൂടി ആഡ് ചെയ്താലുള്ളൂ ഇപ്പോഴത്തെ വയസ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ 10 വർഷം മുമ്പ് ബിയുടെ വയസ്സാണ് 15 എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ബിയുടെ വയസ്സ് =15 + 10 ആണ് =25. അതിൻ്റെ ആൻസർ 25 ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പേജിൽ തന്നെ ഇല്ല, ഇനി ഇത്രയേ ഉള്ളൂ മാത്സിൽ. റാങ്ക് ഫയലിൽ ഇത്രയും കറക്ഷനുള്ളൂ ഉള്ളത്. അതുപോലെ എക്സ്പ്ലനേഷനാണ് കുറച്ചൊക്കെ തെറ്റിച്ചിട്ടുള്ളത്, അറിയാതെ നമ്പർ മാറിയിട്ടൊക്കെ ഉള്ളത്.
അപ്പോൾ അത് നമ്മൾ ശരിക്കും നമുക്കും മനസ്സിലാവില്ല എങ്ങനെയാണെന്നുള്ളത്. കറക്റ്റ് ഇതിൽ തന്നെ തെറ്റ് വന്നാൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ മാത്സൊക്കെ നമുക്ക് ശരിക്കും കിട്ടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നാൽ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും മനസ്സിലാവില്ല. ഇതിലെല്ലാവരും കറക്റ്റ് ചെയ്യാം. താങ്ക് യു.